അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ എടുത്ത ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ 5 മിനിറ്റിൽ വർക്ക് ചെയ്യുമെന്ന് അറിയണ്ടേ? ഓക്കെ, ഇത് റിലയൻസിൻ്റെ സ്റ്റോക്കാട്ടാണ്, അറിയാലോ. ഓക്കെ, അപ്പോൾ റിലയൻസിൻ്റെ ചാർട്ടിൽ നമുക്കിത് വർക്ക് ചെയ്യുന്ന നോക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു നല്ലൊരു സപ്പോർട്ട് വരച്ചിട്ടുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ വരച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ എവിടേക്കാണോ 50% എബോവ് മൂവ് ചെയ്യണത് നമുക്ക് അപ്പോൾ അങ്ങോട്ടൊരു എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, വാച്ച് ചെയ്യാം. ഞാനെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമ്മൾ ലൈവ് ക്ലാസ് ഒന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ടൈമിൽ ഞാൻ പോസ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും അത്രയും വീഡിയോ ലെങ്ത്ത് കൂടുമ്പോഴേ. എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ അപ്പ് സൈഡിലേക്ക് പോകാൻ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു വ്യൂ. അപ്പ് സൈഡിൽ മാക്സിമം പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഈ ഏരിയ വരെ പോവും, ഈ ഏരിയ വരെ പോവും, പിന്നെ പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ പോവും. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ലൈൻ വരെ ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ വരെ പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ വരെ പോകാൻ സാധ്യത. പക്ഷേ ഞാനിപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എൻട്രി എടുക്കുള്ളൂ. അതായത് എങ്ങനെ തുടർന്നാണല്ലോ നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ എൻട്രി എടുക്കുള്ളൂ. ഈ ഒരു ഏരിയ വരെയൊക്കെ എൻട്രി എടുക്കുള്ളൂ. ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എടുക്കുകയാണെങ്കിൽ കേട്ടോ, എടുക്കുകയാണെങ്കിലാണ് കേസ് ഞാൻ പറയണേ. ഓക്കെ, അതായത് മാർക്കറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രേക്കിംഗ് 50% എബോവ് ബ്രേക്കിംഗ് കിട്ടി ഇങ്ങനെ വന്നിട്ട് റീടെസ്റ്റ് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ ടാർഗറ്റ് വെച്ച് എൻട്രി എടുക്കാം. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആവാനും സാധ്യതയുണ്ട്. കാരണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയ കാരണം മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, പുറത്ത് നല്ല മഴയാണ്. അവിടെ ചിലപ്പോൾ നോയ്സ് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. എനിക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം ഇത് ആഫ്റ്റർ റെക്കോർഡിംഗ് ആണല്ലോ, എനിക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കുറേ ടൈം ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ആമാ ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിലുണ്ടല്ലോ, അപ്പോൾ നമുക്കിപ്പോൾ 5 മിനിറ്റ് ആണ് പറയണമെങ്കിൽ ഇപ്പോൾ ക്ലോസിങ് കിട്ടിയത് ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയത് താഴെയാണ് അല്ലേ. ഇനി ബയ്യേഴ്സ് ഇവിടെ ഫെയിലാവണം, ഇവിടെ വന്നിട്ട് ഈ ഒരു ലൈൻമേൽ വന്ന് തട്ടിയിട്ട് ഇവിടെ ഫെയിലാവണം. ഇപ്പോൾ ഞാനിത് കുറച്ചുകൂടി നല്ല ഇത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ് കേട്ടോ. സപ്പോർട്ട് ഇങ്ങനെയാണ് വരയ്ക്കേണ്ട. ഓക്കെ, ഇനി ഇവിടെ ഇതുമേൽ വന്ന് തട്ടി ബയ്യേഴ്സ് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തായി ധൈര്യമായിട്ട് എൻട്രി എടുക്കുക. എൻട്രി എവിടെ വരെ എടുക്കാമെന്നറിയുമോ? ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ മാർക്കിങ് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ മിനിറ്റ് നമുക്ക് ഇവിടം വരെയൊക്കെ എൻട്രി എടുക്കാം. അവിടെ വരെ ഈ ഒരു ഏരിയ വരെയൊക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ആ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് എൻട്രി എടുക്കാം. ഓപ്പൺ അല്ല കേട്ടോ, ഒരു ഉണ്ടാക്കിയ ലോ വരെ എൻട്രി എടുക്കാം. ഇതിന് തൊട്ട് മുകളിലൊക്കെ SL വയ്ക്കാം നമുക്ക്. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന സെനാരിയോ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, ഇത് ലൈവ് മാർക്കറ്റാണ് ഞാൻ പറഞ്ഞിട്ട്, അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചൊന്നല്ലേ. ഇങ്ങനെ ഒരു സെനാരിയോ വരാൻ പാടില്ല, അതായത് താഴേക്കൊരു സെനാരിയോ വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചൊറ്റ പോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, അല്ല എങ്കിൽ ഇത് എങ്ങനെയാണോ വരണത്, ഇങ്ങനെയാണ് വരണമെങ്കിൽ നമുക്ക് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ഇതിലൊക്കെ വന്ന് അത് ഈ സ്ട്രോങ് സപ്പോർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പോണത്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയിൽ വന്നിട്ടാണ് പോകണമെങ്കിൽ, താഴെയല്ല മുകളിൽ വന്നിട്ടാണ് പോകണമെങ്കിൽ നമുക്ക് ഇതിനോട് ധൈര്യമായിട്ടിരിക്കാം. അതായത് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് ഈ പോക്ക് പോകണമെങ്കിൽ, താഴേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, ധൈര്യമായിട്ടിരിക്കാം, താഴേക്ക് വരുള്ളൂ. പക്ഷേ മാർക്കറ്റ് ഇവിടെ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഡയറക്റ്റ് ഇവിടം വരെ ഇത്തിരി പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നത് അല്ലേ.
അപ്പോൾ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് ഒരു എൻട്രി ഒക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ബോഡിയുടെ ഉള്ളിലേക്ക് വന്നാൽ എൻട്രി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബോഡിനൊന്ന് ക്രോസ് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ഡയറക്റ്റ് അവിടെ നിന്നാണ് റിവേഴ്സ് ആവണത്. ഓക്കെ, അപ്പോൾ അതും ഇത്തിരി പണിയാണ്. നമുക്ക് നോക്കാം കേട്ടോ എന്താ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മുടെ ചാർട്ട് നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ക്ലോസിങ്ങോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റോ കാണിക്കാതെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിലെ ഒരു ലൈനുമേലൊന്നും ടാപ്പും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോവില്ല എന്നല്ല, പോവാൻ ചാൻസ് കുറവാണ്. പോവായിരിക്കാം കേട്ടോ, എനിക്ക് ഉറപ്പ് പറയാൻ പക്ഷെ പോവാൻ ചാൻസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി താഴേക്ക് എടുക്കാൻ പാടില്ല, കാരണം മാർക്കറ്റിൻ്റെ സ്വഭാവം മാറും. മനസ്സിലായില്ലേ? ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറയുന്നത് ഒന്ന് വ്യക്തമാക്കിയാൽ നിങ്ങൾക്ക് SL ഇല്ലാതെ ചെറിയ പ്രോഫിറ്റൊക്കെ എടുത്ത് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പ്രോത്സാഹനം തരല്ലേ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ഇതിൽ നിന്നൊക്കെ എൻട്രി എടുത്തു എന്നിരിക്കുക. SL എവിടെ വയ്ക്കുക? നിങ്ങൾ ചിലപ്പോൾ SL ഇവിടെ വയ്ക്കും, മാക്സിമം ഇവിടെ വയ്ക്കും, ഫണ്ടുള്ളവർ ഇവിടെ വയ്ക്കും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ SL വെച്ചിട്ട് ചെറിയ ടാർജറ്റ് എന്ന പോലെ നമ്മൾ ഇതിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ ടാർജറ്റ് വെച്ചു. ഇപ്പോൾ എന്താ SL അടിച്ചു. ചില ടീമുകളുണ്ട് ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ അതായത് ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു വന്ന് ഈ ഒരു മുമ്പത്തെ ക്യാൻഡലിൻ്റെ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എൻട്രി എടുക്കും. എന്നിട്ട് ഇതിൻ്റെ അവിടെ SL വയ്ക്കും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ SL വയ്ക്കും. അത് ഹിറ്റായി പോയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ന് ഒരു 2 വീഡിയോ വരും. അതായത് ഈ വീഡിയോയും പിന്നെ വേറൊരു വീഡിയോയും കൂടി വരും കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്തിട്ടില്ല. അതായത് ആ വീഡിയോ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആദ്യം അത് കാണാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിലയൻസിൻ്റെ ചാർട്ടിൽ 5 മിനിറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു മിനിറ്റ് ഇനി. ഓക്കെ, ഇതൊന്ന് 50 മിനിറ്റിൽ ഇട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ എന്തുണ്ടാവുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ 50 മിനിറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് നല്ലൊരു റെസിസ്റ്റൻസ് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, നമുക്കിത് കളയാം. ഓക്കെ, ഇങ്ങനെ വരികയാണെന്ന് ഞാൻ പറയുന്നു, എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ 5 മിനിറ്റിനേക്കാളും 50 മിനിറ്റാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുമ്പോൾ എപ്പോഴും 50 മിനിറ്റാണ് എനിക്ക് ഏറ്റവും സൂട്ടബിളായി തോന്നുന്നത്. 50 മിനിറ്റിൽ നമ്മൾ 3 മിനിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുക. 50 മിനിറ്റിൽ ഈ ബ്രേക്കിങ്ങും കാര്യങ്ങളും നോക്കുക, 3 മിനിറ്റിൽ എൻട്രി എടുക്കുക. ഓക്കെ, ഞാൻ 5 മിനിറ്റിൽ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോസിംഗ് ഉള്ള ഫുൾ ക്യാൻഡിൽ കിട്ടി 50 മിനിറ്റിൽ അല്ലേ. ശേഷം നമുക്ക് ഇതിന് റീടെസ്റ്റ് വരികയാണെങ്കിൽ, ഇവിടെ ക്ലോസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താണ് താഴേക്കുള്ള എൻട്രി എടുക്കാം. അതായത് ഒരു വിക്ക് വന്ന് ഇവിടെ ക്ലോസ് ആവുള്ളൂ, നമുക്ക് താഴേക്കുള്ള എൻട്രി എടുക്കാം. പക്ഷെ ഒരിക്കലും ഇതേപോലെ വിക്ക് നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും, അതൊന്ന് പോയി കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, ഇനി എന്താ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു ഇത് പ്രകാരം മാർക്കറ്റ് അപ്പ് സൈഡ് പോകണം. പക്ഷേ ഇന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ. മേ ബി ഇവിടം വരെയൊക്കെ പോവായിരിക്കും. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ വീണ്ടും വന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത. കാരണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയ കാരണം ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്താലാണ് നാളെ അവർക്ക് നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം ഈ ലൈവ് മാർക്കറ്റിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇതേ പ്രകാരമായിരിക്കും ഒരു 90% നടക്കാൻ സാധ്യതയാണ് ഞാൻ പറയണത്. ഓക്കെ,
പിന്നെ നമുക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, കൺസോൾട്ടേഷൻ ആണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത് വെച്ചാലില്ലേ, ഒരു 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ഒരു 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ ലോയും ഫസ്റ്റ് അതെപ്പോഴും മാർക്ക് ചെയ്തിട്ട് പഠിക്കുന്നത് നല്ലതാട്ടോ നിങ്ങൾ. ഓക്കെ, ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള ടൈം ഫുള്ള് എത്ര 15ൻ്റെ ക്യാൻഡിൽ വന്നിട്ടുണ്ടെന്ന് നോക്കിയേ. 1 2 3 4 അല്ലേ, ഇതേ 5ാമത്തെ ഫോമാണ്. അപ്പോൾ എത്ര പ്രാവശ്യം, അതായത് 30 60, അതായത് 1 മണിക്കൂർ 1.25 മണിക്കൂറോളം എന്താണ് ഒരു മെയിൻ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇവർ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഇത് എന്താ പറയുന്നത്, കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യത കൂടുതലാണ്. മേ ബി ചില ടൈമുകളിലിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു സാധ്യത കാണുന്നത് കൺസോൾട്ടേഷൻ, അതായത് മോർണിംഗിൽ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ആഫ്റ്റർനൂണൊക്കെ ആകുമ്പോൾ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഏത് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇംബാലൻസോ ഉള്ള ആ ഒരു സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് തരും. കാരണം മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം, അതായത് സ്റ്റോപ്പ് ലോസുകൾ വേണം. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പതുക്കെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് അവർ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻഡെക്സിലാണെങ്കിൽ ഇപ്പോൾ TTDK നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല TTDK നടക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് എന്താ പറയുക, പ്രീമിയം മെൽറ്റായി വരികയാണ്. ഓക്കെ, പക്ഷേ ഞാൻ നിഫ്റ്റിയിൽ ഞാൻ എടുക്കാൻ വെച്ച ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. എൻട്രി എടുക്കാൻ വെച്ച ഒരു ഇത് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിങ്ങനെയാണ് വെച്ചിരുന്നത്, പക്ഷേ മാർക്കറ്റ് വരുന്നത് നോക്കിയാൽ SL അടിക്കാനുള്ള ആ ഒരു ഇതിലാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇതിൻ്റെ അടിയിൽ ഈ ഒരു, അതായത് ലാസ്റ്റ് ലോ ക്യാൻഡലിൻ്റെ അടിയിൽ ഒരിക്കലും SL വെക്കരുത്, ഒരു പൊടി ഇറക്കി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോസിലൊക്കെ. ഓക്കെ, പിന്നെ ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്, അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ന് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് ഇവിടെ വെച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ കൊണ്ടുവച്ചേനെ. നമുക്ക് നോക്കാം ഹിറ്റ് ചെയ്യോ അല്ലെങ്കിൽ SL അടിക്കുമോ എന്നുള്ളത്. ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻസ്. പിന്നെ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രീമിയത്തിൽ SL അടിച്ച് പോകും. അതിന് കുഴപ്പമില്ല, നമ്മളെപ്പോഴും പ്രോഫിറ്റ് ആയാലും ശരിയാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആ എൻട്രിയുടെ ഇതൊന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഏറ്റവും നല്ലത് 5 മിനിറ്റിനേക്കാളും ഏറ്റവും നല്ലത് 15 മിനിറ്റാണ്. പക്ഷേ 5 മിനിറ്റിലെടുത്താലും എൻട്രിയൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ഇൻഡെക്സിൽ ഇങ്ങനെ എടുക്കരുത്. ഇൻഡെക്സിൽ പ്രീമിയത്തിലായിരിക്കും ഇതേപോലെ വർക്ക് ചെയ്യുക കേട്ടോ. ഇത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക പ്രീമിയം ചാർട്ടിലായിരിക്കും, ഇൻഡെക്സിൽ. ഓക്കെ, ഇക്വിറ്റിയിൽ സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ഇവിടെ സെല്ലേഴ്സ് ഫെയിലായിട്ടില്ലേ, ഇല്ലേ, സെല്ലേഴ്സ് ഫെയിലായി. നെക്സ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ബോഡിയിലേക്ക് ഒന്ന് വരുമ്പോൾ നോക്കിയേ, ബോഡിയിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ, വന്നിട്ടില്ലേ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ. ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കും, ഇതിൻ്റെ തൊട്ട് താഴെ നിന്ന് എൻട്രി എടുക്കും. SL നമുക്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കാം. ഓക്കെ, അതായത് ഈ സ്വിങ്ങിൻ്റെ അടിയിൽ, അതായത് ഇവിടെ SL വയ്ക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. വന്നു പോയ ക്യാൻഡലിൻ്റെ ആ ഒരു ഇതിൽ SL വയ്ക്കരുത്. തൊട്ട് താഴെ കുറച്ചും കൂടി ഇറക്കിയിട്ട് ഇതിലൊക്കെ വയ്ക്കുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഇതിലൊക്കെ വയ്ക്കാം കേട്ടോ, ഈ ഒരു ഏരിയ ഇതിൻ്റെ അടിയിലൊക്കെ വയ്ക്കാം. ഓക്കെ, ശേഷം നമ്മൾ ടാർഗറ്റ് എവിടേക്ക് സെറ്റ് ചെയ്തു, നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് വന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു ഏരിയ ആണ് മെയിനായിട്ട് സെറ്റ്. കാരണം ക്യാൻഡിൽ അവിടെ നിന്നാണല്ലോ റിജക്റ്റ് ചെയ്തത്, അപ്പോൾ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. മനസ്സിലായോ? നോക്കിയാൽ നമുക്ക് എത്ര 1:3 ഒക്കെ റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്, ഇത് ആ ഒരു 1:3 2 ഒക്കെ റിസ്ക് റിവാർഡ് കിട്ടും. പക്ഷേ ഞാൻ പഠിപ്പിച്ച പ്രകാരം, ഞാനെന്നല്ല ആര് പഠിപ്പിച്ചാലും ആ പ്രോപ്പറായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ജസ്റ്റ് കണ്ടു. അപ്പോൾ ഇതും കൂടി
ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ള പ്ലാനിൽ ആണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പറയണത് കേട്ടോ. മറ്റേത് ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഞാനിതിപ്പോൾ മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഞാനൊരു പ്ലാൻഡും അല്ല, ഇത് ലൈവ് മാർക്കറ്റാണ് ഇന്നത്തെ. എന്നിട്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ 16, ഇന്ന് ബുധനാഴ്ച എന്നറിയാം, 16-ാം തീയതി. കാരണം ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല. ഇന്ന് ഓൾറെഡി ഒന്ന് ഇതിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു വീഡിയോയും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിന് മുമ്പ് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിങ് കാര്യങ്ങളായിരുന്നു. പിന്നെ ഒന്നാമത് ഇന്ന് എനിക്കറിയായിരുന്നു 15 മിനിറ്റ് ഞാൻ ഇൻഡെക്സിൻ്റെ കേസാണ് പറയണേ. 15 മിനിറ്റ് റെഡ് ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് കുറേ നേരം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൺസോൾട്ടേഷൻ ആവാൻ ചാൻസ് കൂടുതലാണ്. നാളെ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഒരു ഏകദേശം എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിഫ്റ്റിത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം, മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഞാൻ ഭയങ്കര ഉറപ്പൊന്നും പറയണില്ല കേട്ടോ, നമുക്ക് 50-50 ചാൻസാണ്. 22,220 ഉണ്ടല്ലോ, 22,220 മുകളിലേക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഇങ്ങനെ വരാം, അപ്പോഴല്ലേ എൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വന്നു എന്നിരിക്കുക, ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നു ഇരിക്കുക. 50% 50 മിനിറ്റിൽ 50% എബോ ബ്രേക്കിംഗ് ഇങ്ങനെ വന്ന് ക്ലോസ് ആയി കഴിഞ്ഞ് അടുത്തത് ഓടിച്ചാടി എൻ്റർ എടുക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെല്ലേഴ്സ് വന്ന് ഇവിടെ ഫെയിലായി കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി വന്നിട്ട് ഇവിടുന്ന് വന്ന് സ്വീപ്പ് ചെയ്തിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് റീപോവുക. ആ പോകുന്ന നല്ല പോക്ക് മുകളിലേക്ക് പോകും. നിങ്ങൊരു 40 പോയിൻറ്റ് 50 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നാളെ പോകാൻ ചാൻസ് കൂടുതൽ. പിന്നെ നാളെ എക്സ്പയറി ആണ്, സൂക്ഷിച്ചൊക്കെ ട്രേഡ് എടുക്കാം. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഓടിച്ചാടി ട്രേഡ് എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.